പാർട്ടി പ്രതികൾക്ക് നിരന്തരമായി പരോൾ അനുവദിക്കുന്നതിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. നടപടി വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഉയർത്തിയത് ഗൗരവമേറിയ വിഷയമെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിരോധത്തിലായ മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്നും വി ഡി സതീശൻ. പ്രത്യേകമായ നിയമത്തെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ഒളിച്ചോടി, ഇതിന് മറുപടി പറയാതെ കെ കെ രമയുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഒളിച്ചോടിയത്. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമെന്ന് മന്ത്രി എം ബി രാജേഷ്. വിഷയദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുന്നത്. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ എക്സിക്യൂട്ടീവ് അംഗം സുധീഷ് കുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ. കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കാൻ മാറ്റി. പ്രതി തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ദ്വാരപാലക കേസും പരിഗണിക്കണമെന്ന് പ്രതിഭാഗം. CPIM നേതാവ് TI മധുസൂദനൻ MLA ധനരാജ് രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചുവെന്ന ആരോപണത്തിൽ വ്യക്തത വരുത്താൻ CPIM. കണക്കുകൾ പുറത്തുവിടുമെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. നടപടി രക്തസാക്ഷി ഫണ്ട് മോഷ്ടിച്ചുവെന്ന V കുഞ്ഞികൃഷ്ണന്റെ ആരോപണത്തിന് പിന്നാലെ. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതിൽ അണികളിൽ അതൃപ്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ UDF സ്ഥാനാർത്ഥിയാകും. അൻവർ ബേപ്പൂരിന്റെ MLA ആകുമെന്ന് സണ്ണി ജോസഫ് MLAയുടെ അവകാശവാദം. പ്രതികരണം: അൻവർ ബേപ്പൂരിൽ പര്യടനം തുടങ്ങിയതിനെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിൽ നിർണായക കണ്ടെത്തലുകൾ. ഡയറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളെന്ന് സൂചന. പരിശോധന ശക്തമാക്കാൻ പ്രത്യേക സംഘം. കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. കമ്പനി ഗ്രൂപ്പ് ഡയറക്ടറും ജീവനക്കാരും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് കണ്ടെത്തൽ. കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബജറ്റിൽ ഉൾക്കൊള്ളിച്ചില്ലെങ്കിലും അതിവേഗ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കവുമായി E ശ്രീധരൻ. മലപ്പുറത്ത് ഔദ്യോഗിക ഓഫീസ് തുറന്നു. ആദ്യഘട്ടത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കും. ഈ മാസം 15 മുതൽ പൊതുയോഗങ്ങൾ തുടങ്ങും. ഇതൊക്കെ എന്തിന് എന്ന് വ്യക്തമാക്കണമെന്ന് MM ഹസൻ.